A Very Old Man with Enormous Wings, written by Gabriel Garcia Marquez. The light was weak even at noon. ഉച്ച സമയമായിട്ട് പോലും നേരിയ പ്രകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. When Pelayo was coming back to the house, it was hard for him to see what was moving and groaning in the rear of the courtyard. പെലായോ വീട്ടിലേക്ക് വരുന്ന സമയത്ത് തൻ്റെ വീട്ടിൻ്റെ മുറ്റത്തിൻ്റെ പിറകുവശത്ത് എന്തോ ഒരു വസ്തു ചലിക്കുന്നുണ്ട്, ഞരങ്ങുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് കാണുവാൻ അദ്ദേഹത്തിന് വളരെ പ്രയാസമായിരുന്നു. He had to go very close to see that it was an old man, a very old man. അതിൻ്റെ വളരെ അടുത്ത് പോയപ്പോൾ മാത്രമാണ് അതൊരു വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യനാണെന്ന് അയാൾക്ക് മനസ്സിലായത്. The man was lying face down in the mud. ആ മനുഷ്യൻ ചളിയിൽ മുഖമമർത്തി കിടക്കുകയായിരുന്നു, മുഖം കുത്തി കിടക്കുകയായിരുന്നു. In spite of his tremendous efforts, അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചെങ്കിലും the man couldn't get up, impeded by his enormous wings. അദ്ദേഹത്തിൻ്റെ വലിയ ചിറകുകൾ തടസ്സപ്പെടുത്തിയതുകൊണ്ട് അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ പറ്റിയില്ല. Frightened by the sight, Pelayo ran to get Elisenda, his wife. ഇത് കണ്ട് ഭയപ്പെട്ട പെലായിയോ തൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരുവാൻ പോയി. She was putting compresses on their sick child. അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസെൻഡ തൻ്റെ കുഞ്ഞിന് കംപ്രസസ് നൽകുകയായിരുന്നു. കംപ്രസസ് എന്ന് പറയുന്നത് പ്രസ് ടുഗദർ. കുഞ്ഞിന് പനിക്കുകയാണ്, അപ്പോൾ പനി ഒഴിവാക്കാൻ വേണ്ടി തുണി ശരീരത്തിൽ പുതക്കുകയായിരുന്നു. He took her to the rear of the courtyard. അവൻ പെലായിയോ ഉടനെ അവളെ കോർട്ട്യാർഡിൻ്റെ പിറകുവശത്ത് കൊണ്ടുപോയി. They both looked at the fallen body. അവർ രണ്ടുപേരും ചേർന്ന് ആ വീണ് കിടക്കുന്ന ശരീരത്തെ നോക്കി. The man was dressed like a rag picker. ഒരു റാഗ് പിക്കറെ പോലെയാണ് അദ്ദേഹം വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നത്. റാഗ് പിക്കർ എന്ന് പറഞ്ഞാൽ പഴകിയ വസ്തുക്കളൊക്കെ പെറുക്കിയെടുക്കുന്ന ഒരു വ്യക്തി. There were only a few faded hairs left on his bald skull and very few teeth in his mouth. അദ്ദേഹത്തിൻ്റെ കഷണ്ടിയായ തലയോട്ടിയിൽ നിറം മങ്ങിയ ഏതാനും രോമങ്ങളും വായയിൽ ഏതാനും പല്ലുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. His pitiful condition seemed that of a drenched great grandfather. അദ്ദേഹത്തിനെ കണ്ടാൽ നനഞ്ഞു കുതിർന്ന ഒരു മുതുമുത്തച്ഛൻ എന്നേ തോന്നുകയുള്ളൂ. This took away any sense of grandeur he might have had. ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിനുണ്ടാകുമായിരുന്ന മഹത്തായ ഒരു കാലഘട്ടത്തെ ഒന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. His huge buzzard wings, dirty and half plucked, were entangled in the mud. അദ്ദേഹത്തിൻ്റെ വലിയ കഴുകൻ്റേതുപോലെയുള്ള ചിറകുകൾ, ആ ചിറകുകളുടെ പകുതി ഭാഗം മുറിഞ്ഞു പോയിട്ടുണ്ട്. ആ മുറിഞ്ഞു പോയ ചിറകുകൾ ചളിയിൽ പുതഞ്ഞു കിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അയാൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. They looked at him so long and so closely that Pelayo and Elisenda very soon overcame their surprise. പെലായോയും എലിസൻ്റെയും ചേർന്ന് ആ മനുഷ്യനെ വളരെ കൂടുതൽ സമയം നോക്കി നിന്നു. അങ്ങനെ നിന്നപ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന ആശ്ചര്യം ക്രമേണ കെട്ടടങ്ങി. In the end, they found him familiar. അങ്ങനെ ആ മനുഷ്യനുമായിട്ടൊരു പരിചിതമായ ഒരു മുഖം പോലെ അവർക്ക് തോന്നി. Then they dared speak to him. പിന്നെ അയാളോട് സംസാരിക്കുവാൻ അവർ ധൈര്യം കാണിച്ചു. He answered in an incomprehensible dialect with a strong sailor's voice. അവൻ മറുപടി പറഞ്ഞു, പക്ഷേ ആ മറുപടി
ഇൻകോംപ്രഹെൻസിബിളായിരുന്നു, മനസ്സിലാക്കാൻ പറ്റാത്തതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡയലക്റ്റ് വേറെയായിരുന്നു. ഒരു ഭാഷ തന്നെ പല ശബ്ദത്തിൽ സംസാരിക്കും, പല രീതിയിൽ സംസാരിക്കും. അങ്ങനെയുള്ളതിനെയാണ് ഡയലക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡയലക്റ്റ് അവർക്കാർക്കും മനസ്സിലായില്ല. വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്, അദ്ദേഹം സംസാരിച്ചത് ഒരു നാവികൻ്റെ ശബ്ദത്തിലായിരുന്നു. They concluded that he was a lonely castaway from some foreign ship. അവർ മനസ്സിലാക്കി, അല്ലെങ്കിൽ അവർ നിഗമനത്തിലെത്തി, കൊടുങ്കാറ്റിൽ തകർന്ന ഏതോ വിദേശ കപ്പലിൽ നിന്നും തെറിച്ചു വീണ ഒരു മനുഷ്യനാണ് ഇതെന്ന് അവർ തീരുമാനിച്ചു. Then they called in a neighbor woman to see him. ഇവനെ കാണാൻ ഒരു അയൽവാസിയായ സ്ത്രീയെ അവർ വിളിച്ചു വരുത്തി. All she needed was one look to show them their mistake. അവൾ ഒറ്റ നോട്ടത്തിൽ തന്നെ പെലായിയോയ്ക്കും എലിസണ്ടയ്ക്കും തെറ്റുപറ്റി എന്ന് പറഞ്ഞു. ഹീ ഈസ് എൻ ആഞ്ചൽ, അവൾ പ്രഖ്യാപിച്ചു. അവൾ അവരോട് പറഞ്ഞു, ഹീ ഈസ് എൻ ആഞ്ചൽ, ഇത് സാധാരണ മനുഷ്യനല്ല, ഇതൊരു മാലാഖയാണ്, മെസ്സഞ്ചർ ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ സന്ദേശവാഹകനാണ്. അവൾ പറഞ്ഞു, ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ്, അവൾ കുട്ടിക്ക് വേണ്ടിയായിരിക്കും ഈ വൃദ്ധൻ വന്നുകൊണ്ടിരുന്നത് എന്ന് അവൾ പറഞ്ഞു. ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ്, ഈ സുഖമില്ലാതെ കിടക്കുന്ന കുട്ടിക്ക് വേണ്ടിയാണ് ഈ മനുഷ്യൻ വന്നിരിക്കുക. ബട്ട് ദ പുവർ ഫെലോ ഈസ് സോ ഓൾഡ് that the rain knocked him down. പക്ഷേ ഈ വൃദ്ധൻ വളരെ ക്ഷീണിതനാണ്, വളരെ പ്രായമുള്ള ഒരാളാണ്. അതുകൊണ്ട് മഴ അദ്ദേഹത്തെ തള്ളി താഴെയിട്ടു. മഴ ഉള്ളതുകൊണ്ട് പറന്നു നീങ്ങുവാൻ ഈ ആഞ്ചലിന് കഴിഞ്ഞില്ല. On the following day, everyone knew that a flesh and blood angel was held captive in Pelaio's house. അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴേക്കും അയൽപക്കക്കാരെല്ലാവരും അറിഞ്ഞു, ഒരു ജീവനുള്ള മാലാഖിയെ പെലായിയോയുടെ വീട്ടിൽ ബന്ദിയാക്കിയിട്ടുണ്ട് എന്ന് എല്ലാവരും അറിഞ്ഞു. പെലായിയോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ ആംഡ് വിത്ത് ഹിസ് ബെയ്ലീഫ്സ് ക്ലബ്. അന്ന് വൈകുന്നേരം രാത്രി വരെയും മുഴുവനായും അവൻ പെലായിയോ തൻ്റെ അടുക്കളയിൽ നിന്നും ഈ വൃദ്ധനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ തൻ്റെ ബെയ്ലീഫ് സ്റ്റിക്ക്, ബെയ്ലീഫ് ക്ലബ്ബ് കയ്യിൽ വെച്ചിട്ടുണ്ട്. ബെയ്ലീഫ് എന്ന് പറയുന്നത് ഒരു കോടതിയിലെ ജീവനക്കാരനാണ്. കോടതി ഉത്തരവുകൾ കക്ഷികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ജീവനക്കാരനാണ് ബെയ്ലീഫ്. ആ ബെയ്ലീഫ് അങ്ങനെ പോകുമ്പോൾ പോലീസുകാരൊക്കെ കൈവശം വയ്ക്കുന്ന ലാത്തി പോലെ കൈവശം വയ്ക്കുന്നതിന് ഒരു ചെറിയ വടിയുണ്ട്. അതാണ് ഈ ബെയ്ലീഫ്സ് ക്ലബ് എന്ന് പറയുന്നത്. ബിഫോർ ഗോയിങ് ടു ബെഡ് ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ് ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത് ദ ഹെൻസ് ഇൻ ദ ചിക്കൻ കൂപ്പ്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ വൃദ്ധനെ ആ ചളിയിൽ നിന്ന് വലിച്ചിഴച്ച് ഈ കോഴിക്കൂട്ടിൽ അയാൾ നിക്ഷേപിച്ചു. എന്നിട്ട് പൂട്ടി, കോഴിക്കൂട്ടിലിട്ട് പൂട്ടി. എ ഷോർട്ട് ടൈം ആഫ്റ്റർവേർഡ് ദ ചൈൽഡ് വോക്ക് അപ്പ് വിത്തൗട്ട് എ ഫീവർ ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ കുട്ടി ഉണർന്നു. അപ്പോഴേക്ക് പനിയെല്ലാം പോയി. മാത്രവുമല്ല, ഹി ഹാഡ് എ ഡിസയർ ടു ഈറ്റ്. ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം വന്നു, അപ്പിറ്റൈറ്റ് കിട്ടി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ ദേ ഫെൽറ്റ് മാഗ്നാനിമസ്. അപ്പോൾ അവർ അനുകമ്പയുള്ളവരായി മാറി, ജനറസായി. ഓ, ഈ വൃദ്ധനെ നമ്മൾ കോഴിക്കൂട്ടിൽ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് എന്നൊരു തോന്നൽ അയാൾക്കുണ്ടായി. ദേ ഡിസൈഡ് ടു പുട്ട് ദ ആഞ്ചൽ ഓൺ എ റാഫ്റ്റ് വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ് ഫോർ 3 days. ഈ ആഞ്ചലിനെ ഒരു ചങ്ങാടത്തിൽ, റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചങ്ങാടത്തിൽ കിടത്തി കുറച്ച് ശുദ്ധവെള്ളവും 3 ദിവസത്തേക്കുള്ള ഭക്ഷണവും വെച്ച് കടലിൽ ആൻഡ് ലീവ് ഹിം ടു ഹിസ് വെയ്റ്റ് ഓൺ ദ ഹൈ സീസ്.
കടലിൽ അവൻ്റെ വിധി എന്താണോ അതുപോലെ ആയിക്കോട്ടെ എന്ന രീതിയിൽ അവനെ കടലിലേക്ക് ഇറക്കി വിടാം, ചങ്ങാടത്തിൽ തള്ളിവിടാം എന്നവർ തീരുമാനിച്ചു. ബട്ട് ദേ വെൻ്റ് ഔട്ട് ഇൻ ടു ദ കോർട്ട്യാർഡ് അറ്റ് ദ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡോൺ. അവർ പിറ്റേ ദിവസം രാവിലെ നേരം പുലരുമ്പോൾ ആദ്യ സൂര്യപ്രകാശം വരുന്ന നിമിഷം അവരവിടെ എത്തി. അപ്പോഴവർ കണ്ടത് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ദേ ഫൗണ്ട് ദ ഹോൾ നൈബർഹുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചിക്കൻ കൂപ്പ് ഹാവിങ് ഫൺ വിത്ത് ദ ആഞ്ചൽ. അയൽവക്കക്കാരായിട്ടുള്ള എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അവർ ഈ ആഞ്ചലുമായിട്ട് തമാശ അല്ലെങ്കിൽ ജോക്സ് പങ്കിടുകയാണ്. അവരവനെ കളിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവനോട് കളി പറയുകയാണ്. The visitors were tossing him things to eat through the opening in the coop. കോഴിക്കൂട്ടിലെ വിടവുകളിലൂടെ അവരൊക്കെ പല ഭക്ഷണവും എറിഞ്ഞു കൊടുത്തു. It was as if he were in a supernatural creature but a circus animal. പക്ഷേ ആ സാധാരണ മനുഷ്യർക്ക് അദ്ദേഹം ഒരു അമാനുഷിക ശക്തിയുള്ള ഒരു വ്യക്തിയാണെന്നൊന്നും തോന്നിയില്ല. വെറും ഒരു സാധാരണ വൃദ്ധനായിട്ടേ തോന്നിയുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഒരു സർക്കസ് ആനിമൽ ആയിട്ടാണ് തോന്നിയത്. മനുഷ്യനാണെന്ന് പോലും അവർ കരുതിയില്ല. ആ പല വസ്തുക്കളും എറിഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. The news of the captive angel spread with great rapidity. ഈ ബന്ദിയാക്കപ്പെട്ട ആഞ്ചലിനെ കുറിച്ചുള്ള വാർത്ത അതിവേഗം പ്രചരിച്ചു. സ്പ്രെഡ് പ്രചരിച്ചു വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി, വളരെ വേഗതയിലാണ് റാപ്പിഡ് വേഗത്തിൽ. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ് ദ കോർട്ട്യാർഡ് ഹാഡ് ദ ബസിൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ മുറ്റം മുഴുവൻ ഒരു മാർക്കറ്റ് പ്ലേസിൻ്റെ പ്രതീതി ജനിപ്പിച്ചു. അവിടെ അത്രയും കണ്ട് ബസ്സിലാണ്, ബഹളമാണ് എന്നാണ് പറഞ്ഞത്. The couple had to call in troops to disperse the mob. ഈ കപ്പിൾ, അതായത് പെലായിയോ ആൻഡ് എലിസൻഡ, ഹാഡ് ടു കോൾ ദ പോലീസ് ടു ഡിസ്പേഴ്സ് ദ മോബ്. ഈ മോബ് മീൻസ് ജനക്കൂട്ടം. ഈ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിന് വേണ്ടി, ഡിസ്പേഴ്സ് ചെയ്യുന്നതിന് വേണ്ടി പോലീസിൻ്റെ സഹായം തേടി. ദേ ഗോട്ട് ദ ഐഡിയ ഓഫ് ഫെൻസിങ് ഇൻ ദ യാർഡ്. ആ മുറ്റത്ത് ഒരു വേലി കെട്ടുന്നതിനെ പറ്റി അവർ ആലോചിച്ചു. ആൻഡ് ചാർജിങ് 5 cents ഫോർ അഡ്മിഷൻ ടു സീ ദ ആഞ്ചൽ. ആഞ്ചലിനെ കാണാൻ അനുവദിക്കുന്നതിന് 5 cent വീതം വാങ്ങിക്കുവാനും അവർ തീരുമാനിച്ചു. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. ജിജ്ഞാസിയുള്ള ആൾക്കാർ, കാണാൻ താല്പര്യമുള്ളവർ വളരെ വളരെ ദൂരയിൽ നിന്ന് പോലും എത്തിച്ചേർന്നു. The most unfortunate invalids on earth came in search of health. വലിയ രീതിയിലുള്ള വൈകല്യങ്ങളുള്ള മനുഷ്യന്മാർ വളരെ ദൂരങ്ങളിൽ നിന്നും ഈ ആഞ്ചലിനെ കാണാൻ എത്തി. ആഞ്ചൽ തൊട്ടാൽ അവരുടെ വൈകല്യങ്ങൾ മാറിക്കിട്ടും എന്ന വിശ്വാസത്തിലായിരിക്കാം അങ്ങനെ വന്നത്. പെലായിയോ ആൻഡ് എലിസൻഡ വെർ ഹാപ്പി വിത്ത് ഫാറ്റിഗ്യൂ. പെലായിയോയും എലിസൻഡയും, ആ കപ്പിൾ ബിക്കെയിം വെരി ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ ലെസ് ദാൻ എ വീക്ക് ദേ ഹാഡ് ഏൺഡ് മച്ച് മണി. ദേ ക്രാംഡ് ദ റൂംസ് വിത്ത് മണി. അവരവരുടെ മുറികളിൽ പണം നിറച്ചു. ഒരു വ്യക്തിക്ക് 5 cents വീതമാണ് അവർ വാങ്ങിക്കുന്നത്. അങ്ങനെ വാങ്ങി ആ മുറികളിലെല്ലാം പണം നിറഞ്ഞു. Still the line of pilgrims waiting their turn to enter reached beyond the horizon. ഇപ്പോഴും എപ്പോഴും ആ വൃദ്ധനെ കാണുന്നതിന് വേണ്ടിയുള്ള ആൾക്കാരുടെ നീണ്ട നിര ചക്രവാള സീമകൾക്കും അപ്പുറമായി കാണപ്പെട്ടു. കാണാൻ കണ്ണെത്താത്ത ദൂരത്തോളം നീണ്ടു നിൽക്കുകയാണ് ഈ നിര, ഈ ക്യൂ എന്ന് വേണമെങ്കിൽ പറയാം. The angel was the only one who took no part in his own act. പക്ഷേ ഇതൊന്നും ആഞ്ചലിനെ ലെവലേശം ബാധിച്ചില്ല. അദ്ദേഹം ഇതൊന്നും അറിഞ്ഞതേയില്ല. He spent his time trying to get comfortable in his borrowed nest.
അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ കൂട്ടിൽ കംഫർട്ടബിളായി കഴിയാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അറ്റ് ഫസ്റ്റ് ദേ ട്രൈ ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബാൾസ്. ആദ്യമൊക്കെ ഈ വന്ന കാഴ്ചക്കാരായിട്ട് വന്ന നാട്ടുകാർ ഇവന് മോത്ത് ബാൾസ് എറിഞ്ഞു കൊടുത്തു. മോത്ത് ബാൾസ് എന്ന് പറയുന്നത് നാഫ്തലിൻ ബോൾസാണ്. അത് പോയ്സൺ ഉള്ള സാധനമാണ്, കഴിക്കാൻ കൊള്ളുന്നതല്ല. പക്ഷെ വെറുതെ ആൾക്കാർക്ക് അങ്ങനെയാണ്, അങ്ങനെ വിഷമുള്ള വസ്തു എറിഞ്ഞു കൊടുത്തു. ബട്ട് ഹി എയ്റ്റ് നത്തിങ്. പക്ഷെ അദ്ദേഹം ഒന്നും കഴിച്ചില്ല. ഹി എയ്റ്റ് ഓൺലി എഗ് പ്ലാന്റ് മഷ്. എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബ്രിഞ്ചാൾ അഥവാ വഴുതിന. അപ്പോൾ വഴുതിന കൊണ്ടുള്ള പലഹാരം മാത്രമേ ആരെങ്കിലും കൊടുത്താൽ അദ്ദേഹം കഴിച്ചുള്ളൂ. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീംഡ് ടു ബി പേഷ്യൻസ്. ഇവിടെയൊന്നും അദ്ദേഹം യാതൊരുവിധ അമാനുഷിക കഴിവും പ്രകടിപ്പിച്ചില്ല. ദ ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ ഹി എക്സ്പ്രസ്ഡ് ഓർ എക്സിബിറ്റഡ് വാസ് ഹിസ് പേഷ്യൻസ്. അദ്ദേഹം പ്രകടിപ്പിച്ച ഒരേ ഒരു സൂപ്പർ നാച്ചുറൽ വെർച്യൂ എന്ന് പറഞ്ഞ ഗുണം അദ്ദേഹത്തിൻ്റെ പേഷ്യൻസ് മാത്രമാണ്, ക്ഷമയാണ്. ആരെന്തൊക്കെ ചെയ്താലും അദ്ദേഹം ക്ഷമിച്ചുകൊണ്ടിരുന്നു. ഹി വാസ് ക്വയറ്റ് പേഷ്യൻ വെൻ ദ ഹെൻസ് പെക്ഡ് അറ്റ് ഹിം. കോഴികൾ അവനെ കൊത്തിയപ്പോഴും അദ്ദേഹം ക്ഷമിച്ചു. ദ ഹെൻസ് പെക്ഡ് അറ്റ് ഹിം സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്. തൻ്റെ ചിറകുകളിൽ ജീവിക്കുന്ന പരാതങ്ങളെ കൊത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് കോഴി കൊത്തിയത്. പരാതങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു ജീവിയിൽ ആ ജീവിയുടെ രക്തമോ നീരോ മറ്റോ കുടിച്ചുകൊണ്ട് ജീവിക്കുന്നതിനെയാണ് പരാതം എന്ന് പറയുക. ഇപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു ഇത്തിൽ കണ്ണി ഉണ്ടെങ്കിൽ ആ ഇത്തിൽ കണ്ണിയാണ് പരാതം. He was patient again when the cripples pulled out his feathers to touch their limbs with. ഈ ഇൻവാലിഡ് ആയിട്ടുള്ള ആൾക്കാർ ഇയാളുടെ ചിറക് വലിച്ചിട്ട് തങ്ങളുടെ കാലിൽ മുടന്തുള്ള ലിംസുള്ള കാലിലോ അല്ലെങ്കിൽ കയ്യിലോ ഒക്കെ തൊടുവിച്ചു. എന്നാൽ അവരുടെ അസുഖം മാറും എന്നാണ് അവർ പ്രതീക്ഷിച്ചത്. അപ്പോഴും ആ വൃദ്ധൻ സമാധാനമായിരുന്നു. ഹി റിമൈൻഡ് പേഷ്യൻറ്റ് ഈവൺ ദ മോസ്റ്റ് മെർസിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. ഇവിടെ മെർസിഫുൾ എന്ന് പറയുന്നത് വിരോധാഭാസമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹി റിമൈൻഡ് പേഷ്യൻറ്റ് വെൻ ഈവൺ ദ മോസ്റ്റ് മെർസിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. വളരെ കരുണയുള്ള ആൾക്കാർ, മെർസി എന്ന് പറഞ്ഞാൽ ദയ, ആൾക്കാർ അയാളുടെ നേർക്ക് കല്ലെറിയുക. ദയുള്ളവരും കല്ലെറിയില്ലല്ലോ. അപ്പോൾ അതാണ് പറഞ്ഞത്, വിരുദ്ധമായിട്ടാണ് പറയുന്നത്. നെഗറ്റീവ് ആശയമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഹി റിമൈൻഡ് പേഷ്യൻ വെൻ ഈവൻ ദ മോസ്റ്റ് മെർസിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. ആഫ്റ്റർ ഓൾ ദേ വർ ഓൺലി ട്രൈങ് ടു ഗെറ്റ് ഹിം ടു റൈസ് സോ ദാറ്റ് ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ്. കല്ലൊക്കെ എറിയുന്നുണ്ടെങ്കിലും അവരാഗ്രഹിക്കുന്നത് അയാളൊന്ന് എഴുന്നേറ്റ് നിൽക്കണം, അയാളെ എഴുന്നേറ്റ് നിന്ന് കാണണം എന്ന ആഗ്രഹത്തിലാണ് അങ്ങനെയൊക്കെ പല ദ്രോഹങ്ങളും ആ വന്ന ആൾക്കാർ ചെയ്തത്. ഇറ്റ് ഓൾസോ ഹാപ്പൻ ദാറ്റ് during those days there arrived in the town a traveling show. ഈ സമയത്താണ്, കുറേ ദിവസങ്ങളിൽ മാസങ്ങളായി കടന്നു പോകുന്നു, ആ സമയത്ത് ഒരു ട്രാവലിംഗ് ഷോ, ഒരു മൊബൈൽ ഷോ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന പ്രദർശനം ആ നഗരത്തിലെത്തി. The main attraction was a woman who had been changed into a spider by a burst of thunder ആൻഡ് ലൈറ്റ്നിങ്. ഒരു മിന്നലും ഇടിയും അതിനെ തുടർന്ന് ഈ സ്ത്രീ ഒരു സ്പൈഡറായി ആൾക്കാരുടെ മുന്നിൽ മാറുന്നു. അത് ജനങ്ങളെ മുഴുവൻ ആകർഷിച്ചു. അതുകൊണ്ട് അതായിരുന്നു ആ പ്രദർശനത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത. The admission fee to see her was less than the fee to see the angel. ലെസ് ദാൻ, കുറവ്. അപ്പോൾ ആ വൃദ്ധനെ കാണുന്നതിന് വേണ്ടുന്ന 5 സെൻസിനേക്കാൾ കുറവ് മതി ഈ സ്ത്രീയെ കാണാൻ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സോ ദ പീപ്പിൾ ഫ്ലോക്ക്ഡ് ടു സീ ഹെർ. അതുകൊണ്ട്
ജനങ്ങൾ അവളെ കാണാൻ തിരക്കി അല്ലെങ്കിൽ കൂട്ടം കൂടി, ഫ്ലോക്ക് ചെയ്തു. ഫ്ലോക്ക് മീൻസ് കൂട്ടം കൂടി. They were also permitted to ask her all manner of questions about her absurd state. എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ അവളോട് ചോദിക്കുന്നതിന് അവർക്ക് അനുവാദം കൊടുത്തു. അങ്ങനെ ആൾക്കാർക്കത് വലിയ ആഹ്ലാദവും വലിയ അട്രാക്ഷനുമായി. ദ ഓണേഴ്സ് ഓഫ് ദ ഹൗസ് ഹാഡ് നോ റീസൺ ടു ലാമൻ. അതേ അവസരത്തിൽ ഈ വീട്ടിൻ്റെ ഉടമസ്ഥരായ പെലായിയോയ്ക്കും എലിസൻ്റെയ്ക്കും ദുഃഖിക്കാനൊന്നും കാരണമില്ല. ലാമൻറ്റ് മീൻസ് ദുഃഖിക്കുക, വേദനിക്കുക എന്നൊക്കെയാണ്. വിത്ത് ദ മണി ദേ സേവ്ഡ് ദേ ബിൽറ്റ് എ 2-story മാൻഷൻ വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻസ്. അവർക്ക് ഈ വൃദ്ധനെ കൊണ്ട് കിട്ടിയ പണം ഉപയോഗിച്ച് അവർ ഒരു 2 നില ബാൽക്കണിയോട് കൂടിയ 2 നില വീട് പണിയുകയും ആ വീട്ടിന് വലിയ പൂന്തോട്ടം നിർമ്മിക്കുകയും ഒക്കെ ചെയ്തു. ഇറ്റ് ഓൾസോ ഹാഡ് ഹൈ നെറ്റിംഗ് സോ ദാറ്റ് ക്രാബ്സ് വുഡിൻ ഗെറ്റ് ഇൻ ഡ്യൂറിങ് ദ വിൻ്റർ. വിൻ്റർ സീസണിൽ ഞണ്ട് പോലെയുള്ള ജീവികൾ ഇഴഞ്ഞു വരാതിരിക്കാൻ അതിന് നല്ല വീട്ടിന് ചുറ്റും നല്ല നെറ്റിങ്ങും ഉണ്ടാക്കി. ആൻഡ് അയൺ ബാർസ് ഓൺ ദ വിൻഡോസ് സോ ദാറ്റ് ആഞ്ചൽ വുഡിൻ ഗെറ്റ് ഇൻ. ജനലുകളിലെല്ലാം അയൺ ബാറുകൾ, ഇരുമ്പ് ദണ്ണുകൾ അല്ലെങ്കിൽ ഗ്രില്ല് സ്ഥാപിച്ചു. എന്തിനാണ്? ഈ ആഞ്ചൽ വീട്ടിലേക്ക് ചാടിക്കയറാതിരിക്കാൻ. അങ്ങനെ അവരിപ്പോൾ വളരെ സന്തോഷത്തിലാണ്. സാമ്പത്തികമായി വളരെയധികം മെച്ചപ്പെട്ടു, ഒരുപാട് ധനം കിട്ടി, വലിയ വീടുണ്ടാക്കി. അങ്ങനെയാണ് ആ കുടുംബം ഇപ്പോഴുള്ളത്. പെലായിയോ ഓൾസോ സെറ്റപ്പ് എ റാബിറ്റ് വേറൻ ആൻഡ് ഗേവ് അപ്പ് ഹിസ് ജോബ് ആസ് എ ബെയിലിഫ് ഫോർ ഗുഡ്. പെലായിയോ ഇപ്പോൾ മറ്റൊരു വലിയ കെട്ടിടവും പണിതു. തൻ്റെ ജോലി, ബെയിലിഫ് എന്ന ജോലി ഉപേക്ഷിക്കുകയും ചെയ്തു. എലിസൻഡ ബോട്ട് സം സാറ്റിൻ പംസ് വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡിസെൻറ്റ് സിൽക്ക്. പെലായിയോയുടെ ഭാര്യ എലിസൻഡയാണെങ്കിൽ ലക്ഷറി വസ്തുക്കൾ വാങ്ങാൻ തുടങ്ങി. തനിക്ക് ധരിക്കുന്നതിന് ഹൈ ഹീലോട് കൂടിയ സാറ്റിൻ പംസും അതുപോലെ തന്നെ തിളക്കമാർന്ന സിൽക്ക് വസ്ത്രങ്ങളും വാങ്ങി. അനേകം വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടി. ദ ചിക്കൻ കൂപ്പ് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ഡിഡിൻ റിസീവ് എനി അറ്റൻഷൻ. ഈ ചിക്കൻ കൂപ്പിന് മാത്രമാണ് യാതൊരു ശ്രദ്ധയും ഇവർ നൽകാതിരുന്നത്. ദ ഡഗ് ഹീപ്പ് സ്റ്റെൻച്ച് ഫ്രോം ദ കൂപ്പ് വാസ് ടേണിംഗ് ദ ന്യൂ ഹൗസ് ഇൻ ടു എൻ ഓൾഡ് വൺ. ഈ ചിക്കൻ കൂപ്പ് നിറയെ കോഴിക്കാഷ്ടം നിറഞ്ഞിരിക്കുകയാണ്. ആ ഡങ് ഹീപ്പ്, അതായത് കോഴിക്കാഷ്ടം കൂനയായി നിൽക്കുകയാണ്. അതിൻ്റെ സ്മെല്ല്, സ്റ്റെൻച്ച്, ദുർഗന്ധം. സ്റ്റെൻച്ച് ഫ്രം ദ കൂപ്പ് വാസ് ടേണിംഗ് ദ ന്യൂ ഹൗസ് ഇൻ ടു എൻ ഓൾഡ് വൺ. ഈ പുതിയ വീടിനെ ഈ വൃത്തികെട്ട മണം പഴയതാക്കി മാറ്റുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പുതിയ വീട്ടിൽ വൃത്തികെട്ട മണമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്, നല്ലതല്ല എന്നർത്ഥം. അറ്റ് ഫസ്റ്റ് വെൻ ദ ചൈൽഡ് ലേൺ ടു വാക്ക് ദേ വെർ കെയർഫുൾ ദാറ്റ് ഹീ ഡിഡ് നോട്ട് ഗോ ടു ക്ലോസ് ടു ദ കൂപ്പ്. ഈ കുട്ടി നടക്കാൻ തുടങ്ങിയപ്പോൾ, കാലം കുറേയും കടന്നു, കുട്ടി നടക്കാൻ തുടങ്ങിയപ്പോൾ ആ ചിക്കൻ കൂപ്പിനടുത്തേക്ക് കുട്ടി പോകുന്നില്ല എന്ന് അവർ ഉറപ്പുവരുത്തി. ബട്ട് ദെൻ ദേ ബിഗൻ ടു ലൂസ് ദെയർ ഫിയേഴ്സ് ആൻഡ് ഗോട്ട് യൂസ് ടു ദ സ്മെൽ. പക്ഷേ ക്രമേണ അവർക്ക് ആ സ്മെല്ലൊക്കെ പരിചയമായി, അവരുടെ പേടിയും കുറഞ്ഞു. ബിഫോർ ദ child got his second teeth, he had gone inside the chicken coop to play. അവൻ്റെ രണ്ടാമത്തെ പല്ല് വരുന്നതിന് മുമ്പായി അവൻ ആ ചിക്കൻ കൂപ്പിൽ കയറി കളിക്കാൻ തുടങ്ങി. As the wires were falling apart. എന്തുകൊണ്ടാണ് അങ്ങനെ കയറാൻ പറ്റിയത്? ഈ കോഴിക്കൂടിൻ്റെ വേലി അല്ലെങ്കിൽ കമ്പുകളൊക്കെ ഇളകി, കമ്പിയൊക്കെ ഇളകി പോയിരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ അതിനകത്തേക്ക് കയറി കളിച്ചു. ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ദ ചിക്കൻ പോക്സ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ തന്നെ അവർക്ക് രോഗം പിടിപെട്ടു, ചിക്കൻ പോക്സ് പിടിപെട്ടു. ചിക്കൻ പോക്സ് എന്ന് പറഞ്ഞാൽ സ്കിന്നിലുണ്ടാകുന്ന ഒരു റാഷസ് ആണ്. അത് ഈ കുട്ടിക്കും പിടിപെട്ടു, ആ മനുഷ്യനും പിടിപെട്ടു.
The doctor who took care of the child couldn't resist the temptation to listen to the angel's heart. ഈ കുട്ടിയെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർ ഈ വൃദ്ധനെയും ചികിത്സിക്കാൻ പോയി. അദ്ദേഹത്തിന് ആ വൃദ്ധൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് പരിശോധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അത് ചെയ്യാൻ ഒരു ടെംപ്റ്റേഷൻ, ഒരു പ്രേരണ അദ്ദേഹത്തിനുണ്ടായി. ഹി ഫൗണ്ട് സോ മച്ച് വിസിലിംഗ് ഇൻ ദ ഹാർട്ട് ആൻഡ് സോ മെനി സൗണ്ട്സ് ഇൻ ദ കിഡ്നീസ്. അവൻ ഒരുപാട് വിസിലിങ്ങും ഒരുപാട് ശബ്ദവും അവൻ കേട്ടു. ഹൃദയത്തിലാണെങ്കിൽ പല രീതിയിലുള്ള വിസിലിംഗാണ്, അതുപോലെ കിഡ്നിയിലാണെങ്കിൽ പലതരത്തിലുള്ള ശബ്ദവും. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ്, പക്ഷെ ഇതൊന്നുമല്ല പ്രശ്നം. അദ്ദേഹത്തെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയത് വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് ഹൗവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. എങ്ങനെയാണ് ഇയാൾക്ക് ഇത്രയും വലിയ ചിറകുകൾ ഉണ്ടായത്? ഇദ്ദേഹത്തിൻ്റെ ഹൃദയവും കിഡ്നിയും ഒക്കെ സാധാരണ നിലയിലാണ്, എന്നിട്ടും അദ്ദേഹത്തിന് വലിയ ചിറകുകളുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്. ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ലോജിക് ഓഫ് ഹിസ് ലാർജ് വിങ്സ്. ദേ സീംഡ് സോ നാച്ചുറൽ ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. ഈ പൂർണ്ണമായും മനുഷ്യൻ്റെ തന്നെ ശാരീരിക വ്യവസ്ഥയുള്ള ഒരു വ്യക്തിയാണ് ഇയാൾ. അദ്ദേഹത്തിന് തികച്ചും യോജിച്ച രീതിയിലാണ് ചിറകുകൾ. ബയോളജിക്കലി ഫിറ്റിംഗ് ആണ് ആ ചിറകുകൾ. അദ്ദേഹം ഒരു പക്ഷിയുടെ ശാരീരിക വ്യവസ്ഥയല്ല, ഒരു മനുഷ്യൻ്റെ ശാരീരിക വ്യവസ്ഥ തന്നെയാണെന്ന് ഡോക്ടർ കണ്ടെത്തി. എന്നിട്ടും അയാൾക്ക് ചിറകുകളുണ്ട്. അതാണ് അയാളെ അത്ഭുതപ്പെടുത്തിയത്. സോ വാട്ട് സർപ്രൈസ്ഡ് ദ ഡോക്ടർ വെരി മച്ച്? The doctor was surprised at the fact that though he seemed to be exactly a human being, he got two large wings. They seemed so natural on that completely human organism. He couldn't understand why other people didn't have them too. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലാകാത്തത്, എന്നാൽ എന്തുകൊണ്ടാണ് മറ്റു മനുഷ്യർക്കൊന്നും ഇതുപോലെ ചിറകില്ലാത്തത്, ഇയാൾക്ക് മാത്രം എന്തുകൊണ്ട് ചിറക് വന്നു? സോ ദർ ഈസ് സം സ്പെഷ്യാലിറ്റി അപ്പോൺ ദിസ് മാൻ എന്ന് ഡോക്ടർക്കും തോന്നി. വെൻ ദ ചൈൽഡ് ബിഗാൻ സ്കൂൾ, ദ സൺ ആൻഡ് റെയിൻ ഹാഡ് കോസ്ഡ് ദ കൊളാപ്സ് ഓഫ് ദ ചിക്കൻ കൂപ്പ്. ഈ കുട്ടി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും മഴയും വെയിലും ഒക്കെ ഏറ്റ് ഈ കോഴിക്കൂട് തകർച്ചയുടെ ഒക്കത്തായിരുന്നു. ദ ഏഞ്ചൽ വെന്റ് ഡ്രാഗിങ്, തകർന്ന് പോയിരുന്നു എന്ന് മനസ്സിലാക്കാം. The angel went dragging himself about here and there like a stray dying man. അലഞ്ഞു തിരിയുന്ന മരിക്കാറായ ഒരു മനുഷ്യനെ പോലെ അദ്ദേഹം അവിടെയും ഇവിടെയും കിടന്നുകൊണ്ടിരുന്നു. ആ കോർട്ട്യാർഡിൽ അങ്ങോട്ട് പലയിടങ്ങളിലായി കിടന്നു. He seemed to be in so many places at the same time. അദ്ദേഹം ഒരേ സമയം തന്നെ പലയിടങ്ങളിലായി ഉണ്ട് എന്ന് തോന്നത്തക്ക രീതിയിലായി അദ്ദേഹത്തിൻ്റെ അവസ്ഥ. അദ്ദേഹത്തിന് എന്തോ സൂപ്പർ നാച്ചുറൽ ഇഫക്റ്റ് ഉണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു സെൻറ്റൻസാണ് അത്. ഹീ സീംഡ് ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദ സെയിം ടൈം. ഹീ കുഡ് സ്കേഴ്സ്ലി ഈറ്റ്. അദ്ദേഹത്തിന് ഇപ്പോൾ തിന്നാൻ കഴിയുന്നില്ല. അദ്ദേഹം വളരെ ക്ഷീണിതനാണ്. ചിക്കൻ കൂപ്പ് തകർന്നു. അദ്ദേഹം തറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിയുകയാണ്. പെലായിയോ അദ്ദേഹത്തെ നോക്കുന്നില്ല. പെലായിയോ ഇപ്പോൾ വലിയ സുഖകരമായ ഭവനത്തിൽ കഴിയുകയാണ്. ഈ കോഴിക്കൂട് പോലും തകർന്ന് അദ്ദേഹം വെളിയിലായിരിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ അയാൾ തയ്യാറായില്ല. He could scarcely eat and his eyes had also become so foggy that he went about bumping into posters. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഫോഗിയായി എന്ന് പറഞ്ഞാൽ മഞ്ഞ് വീണതുപോലെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് ഒന്നും കാണാൻ പറ്റാതെയായി. അപ്പോൾ ഹീ കുഡ് സ്കേഴ്സ്ലി ഈറ്റ്. സ്കേഴ്സ്ലി എന്ന് പറഞ്ഞാൽ റയർലി, എല്ലായ്പ്പോഴും തിന്നാൻ പറ്റുന്നില്ല, വളരെ കുറച്ച് മാത്രമേ തിന്നാൻ പറ്റുന്നുള്ളൂ എന്നേ മനസ്സിലാക്കണ്ടു. ആൻഡ് ഹീസ് ഐസ് ഹാഡ് ഓൾസോ ബിക്കം സോ ഫോഗി ദാറ്റ് ഹീ വെൻ്റ് അബൌട്ട് ബംപിങ് ഇൻ ടു പോസ്റ്റേഴ്സ്. കാഴ്ചശക്തി കുറഞ്ഞതുകൊണ്ട് അവൻ പോസ്റ്റിലൊക്കെ പോയി ഇടിക്കാൻ തുടങ്ങി. ഇഴഞ്ഞിട്ടാണ് പോകുന്നത്, അപ്പോൾ പോസ്റ്റിലൊക്കെ പോയി ഇടിച്ചു. പെലായിയോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്. ഏതായിരുന്നാലും കോഴിക്കൂടിൽ നിന്നും അദ്ദേഹത്തെ ഒരു ഷെഡിലേക്ക് മാറ്റി. ആ പെലായിയോയ്ക്ക് ഇപ്പോഴും സ്നേഹം തോന്നി. ഒരു ബ്ലാങ്കറ്റ് കൊടുത്തു. അതും പുതച്ച് അയാളൊരു ഷെഡിൽ കിടക്കാൻ തുടങ്ങി. ഓൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ്
ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. അപ്പോഴാണ് ഇയാൾക്ക് പനിയുണ്ട് എന്ന കാര്യം അവർ മനസ്സിലാക്കിയത്. They became alarmed, for they thought he was going to die. അപ്പോഴേക്കും അവർ വല്ലാതെ ആശങ്കയിലായി, അലാംഡായി. They became alarmed, അവർ ആശങ്കയിലായി. Because they thought he was going to die. അവർ വിചാരിച്ചു അയാൾ മരിക്കാൻ പോവുകയാണ്, അയാൾ മരിച്ചാൽ എന്ത് ചെയ്യും, അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നൊക്കെയുള്ള പേടിയായി. And that he not only survived his worst winter but seemed improved with the first sunny days. എന്നാൽ ഈ വൃദ്ധൻ മരിച്ചില്ല. അദ്ദേഹം ആ കഠിനമായ വിന്റർ അതിജീവിച്ചു. വേനൽക്കാലം വന്നു. അപ്പോഴേക്കും അദ്ദേഹം കുറച്ച് മെച്ചപ്പെടുകയും ചെയ്തു. ശാരീരികമായി അദ്ദേഹം ഇംപ്രൂവായി. He remained motionless for several days in the farthest corner of the courtyard. പല ദിവസങ്ങളായി അദ്ദേഹം ആ കോർട്ട്യാർഡിൻ്റെ മൂലയിൽ ചലനമില്ലാതെ കിടന്നു. At the beginning of December, some large stiff feathers began to grow on his wings. അദ്ദേഹത്തിൻ്റെ മുറിഞ്ഞുപോയ ചിറകുകളിൽ കുറേ തൂവലുകൾ വളരാൻ തുടങ്ങി. At the beginning of December, some large stiff feathers began to grow on his wings. They looked like the feathers of a scarecrow. നമ്മൾ കാക്കേനെയൊക്കെ ഓടിക്കുന്നതിന് വേണ്ടി കെട്ടിയുണ്ടാക്കുന്ന ഒരു രൂപമാണ് ഈ സ്കെയർ ക്രോ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്കെയർ ക്രോയുടെ തൂവൽ പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ ചിറകിൽ തൂവലുകൾ വളരാൻ തുടങ്ങിയത്. എപ്പോഴാണ് വളർന്നത്? At the beginning of December. Morning, Elisenda was cutting some bunches of onions for lunch when a wind blew into the kitchen. One fine morning, ഒരു ദിവസം രാവിലെ എലിസെൻഡ was cutting a bunch of onions for lunch. ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഒനിയൻ കട്ട് ചെയ്യുകയായിരുന്നു. When a wind blew into the kitchen, then she went to the window and found the angel in his first attempts at flight. ഈ ശക്തമായ കാറ്റടിച്ചപ്പോൾ അവൾ ജനലിനടുത്തേക്ക് ചെന്ന് നോക്കി. അപ്പോഴാണ് ഒരു അത്ഭുതകരമായ കാഴ്ച അവൾ കാണുന്നത്. എന്താണ് ആ കാഴ്ച? The angel was in his first attempt at flight. അദ്ദേഹം ഫ്ലൈ ചെയ്യാനുള്ള ആദ്യത്തെ പരിശ്രമത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിറകുകൾക്ക് തൂവൽ വെച്ചു. അദ്ദേഹം പറക്കാൻ ശ്രമിക്കുകയാണ്. ആരോഗ്യമൊക്കെയായി അദ്ദേഹം പറക്കാൻ ശ്രമിക്കുന്നതാണ് അവൾ കാണുന്നത്. These were so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air. പക്ഷെ ആ ഫസ്റ്റ് അറ്റംപ്റ്റ് വിജയകരമായിരുന്നില്ല. അദ്ദേഹം താഴോട്ട് പോന്നു. അദ്ദേഹത്തിന് എയറിൽ ഗ്രിപ്പ് കിട്ടിയില്ല. അദ്ദേഹത്തിന് ഉയരാൻ കഴിയുന്നില്ല. പറക്കാൻ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അദ്ദേഹം ആ ഷെഡിൻ്റെ മേൽക്കൂര തട്ടി താഴെയിടും എന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. ഉയരങ്ങളിലേക്ക് പോകുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. ഇപ്പോൾ മേൽക്കൂരിയൊക്കെ കടന്ന് കുറച്ച് ഉയരത്തിലേക്ക് പോയി. അങ്ങനെ അദ്ദേഹം ആ അറ്റംപ്റ്റിൽ വിജയിച്ചു, പറന്ന് മുന്നോട്ടേക്ക് പോയി. എലിസെൻഡ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ് ഫോർ ഹെർസെൽഫ് ആൻഡ് ഫോർ ഹിം. എലിസെൻഡയ്ക്ക് ആശ്വാസമായി. അവളൊരു നിശ്വാസം പുറപ്പെടുവിച്ചു. അവളുടെ കാര്യത്തിലും ആശ്വാസമാണ്, അവൻ്റെ കാര്യത്തിലും ആശ്വാസമാണ്. അയാൾ മരിച്ചില്ലല്ലോ എന്നുള്ളതാണ് അവളുടെ ആശ്വാസം. അവൻ ഒഴിവായി കിട്ടിയല്ലോ എന്നുള്ളതായിരിക്കാം അവളുടെ ആശ്വാസം. When she watched him pass over the last houses. അതായത് എലിസെൻഡ let out a sigh of relief for herself and for him. When she watched him pass over the last houses. അവസാനത്തെ വീടുകൾ വരെയും അവൾ അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. He was holding himself up in some way with the risky flapping of a senile vulture. ഒരു ക്ഷീണിതയായ അല്ലെങ്കിൽ ശേഷിയില്ലാത്ത ഒരു കഴുകൻ്റെ ചിറകടി പോലെ
തൻ്റെ ചിറകുകൾ അടിച്ചുകൊണ്ട് ആ വൃദ്ധൻ അങ്ങ് ആകാശത്ത് അകലെ ആ നീലാകാശത്തേക്ക് പറന്ന് പറന്ന് പൊയ്ക്കൊണ്ടിരുന്നതാണ് അവൾ കാണുന്നത്. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൺ വെൻ ഷീ വാസ് ത്രൂ കട്ടിങ് ദ ആനിയൻസ്. ഓനിയൻ മുറിച്ചു കഴിഞ്ഞെങ്കിലും അവൾ ആ വൃദ്ധൻ പറക്കുന്നത് അങ്ങനെ നോക്കി നിന്നു. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അണ്ടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹെർ ടു സീ ഹിം. അവൾക്കവനെ കാണാൻ പറ്റാത്ത അവസ്ഥ വരെ അവൾ അതേ ദിശയിൽ, ആ പറന്നുപോയ ദിശയിൽ നോക്കി നിന്നു. ഹി വാസ് നോ ലോങ്ങർ ആൻ അനോയൻസ് ഇൻ ഹെർ ലൈഫ് ബട്ട് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറൈസോൺ ഓഫ് ദ സീ. അവൻ ഇപ്പോഴവൾക്ക് ഒരു ശല്യമേ അല്ല, ഒരു ഉപദ്രവവുമല്ല. എന്നാൽ ആ മനുഷ്യനെക്കുറിച്ച് വെറും ഒരു സാങ്കല്പികമായ ഒരു ചിത്രം അങ്ങകലെ കടലിൻ്റെ ഭാരതിയിൽ, ആ ചക്രവാളത്തിൽ ഒരു ബിന്ദുവായി അവശേഷിക്കുന്നു. അതും സാങ്കല്പിക ബിന്ദുവായി അവളുടെ മനസ്സിൽ കുടികൊള്ളുന്നു. ഇതാണ് കഥ. താങ്ക് യു.